ആളുകൾക്ക് അഭിമാനമായി തോന്നിയത് ഒരുപാട് ചങ്ങാതിമാർ കൂടെ ഉണ്ടാവലേ. തറവാടിന്റെ മഹത്വമൊക്കെയാണ് ചില ആളുകൾക്ക് വലിയ കാര്യമായി തോന്നിയത്. എന്നാൽ മറ്റു ചില ആളുകൾ അഭിമാനമായി കണ്ടത് ഒരുപാട് സമ്പാദിക്കൽ, ഒരുപാട് മുതലുണ്ടാക്കൽ, ഒരുപാട് മക്കളുണ്ടാക്കൽ, ഇതൊക്കെയാണ്. വേറെയും ചില ആളുകൾ അവർ മനസ്സിലാക്കിയത് അഭിമാനം എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ നൽകലാണ്. ചില ആളുകളെ അടിക്കല്, ഇടിക്കല്, കൊലപാതകം നടത്തല്, നാട്ടിലെ ഗുണ്ടയായി നടക്കല്, നാട്ടിലെ റൗഡിയായി ചമ്മാടിയായി നടക്കലൊക്കെ അഭിമാനമായി ചില ആളുകൾ കാണാറുണ്ട്. സ്കൂളിലൊക്കെ കാണാ പഠിക്കാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾ അവിടെ ഗുണ്ടായിസം കാണിക്കുന്ന ആളുകളാണ് ഇന്നത്തെ ക്യാമ്പസിലെ ഹീറോകൾ. അങ്ങനെയാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വിലയില്ല. ക്യാമ്പസിലും കലാലയങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പുല്ല് വിലയാണ്. അധ്യാപകരുടെ അടുത്തും വിലയില്ല, കുട്ടികളുടെ അടുത്തും വിലയില്ല. അവരൊരു മൂല ഇരുന്നിട്ട് പഠിച്ചു പോകും. എന്നാലോ ആ സ്കൂളിൽ ക്യാമ്പസിൽ ഗുണ്ടകളായി, റൗഡികളായി, വലിയ ചമ്മാടിത്തരം കാട്ടുന്ന, ആഭാസം കാട്ടുന്ന ക്രിമിനലുകൾ അവർക്ക് താരപരിവേഷമാണ്. അവർക്കൊരുപാട് ഫാൻസ്, അവർക്കൊരുപാട് ഫോളോവേഴ്സ്. ഇതൊക്കെയാണ് കോളേജിന്റെ ഒക്കെ അവസ്ഥ. ഇതൊക്കെ ഒരു അഭിമാനമായി കാണുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടാകുമ്പോ ഞാൻ മനസ്സിലാക്കി, അഭിമാനം എന്ന് പറയുന്നത് എവിടെയാണ്? സമ്പത്തിലല്ല, സ്ഥാനമാനങ്ങളിലല്ല, മക്കൾ ഒരുപാടുണ്ടാകുന്നതിലല്ല, കുടുംബത്തിലോ തറവാട്ടിലോ അല്ല. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ആർക്കാണോ തഖ്വയുള്ളത് അവനാണ് അഭിമാനി. തഖ്വയുള്ളവർക്ക് മാത്രമേ ഇവിടെ അഭിമാനിക്കാനുള്ള വഴികളുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. കുടുംബം വലിയ തറവാട്ടുകാരനായതുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടൂല. വലിയ മുതലാളിയായതുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടൂല. സ്ഥാനമാനങ്ങൾ പൊളിറ്റിക്കൽ ലീഡർ ആയതുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടൂല എന്ന് എനിക്ക് മനസ്സിലായി. അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെങ്കിൽ തഖ്വ വേണമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ മക്കളുടെ പേരിലോ സമ്പത്തിന്റെ പേരിലോ സ്ഥാനമാനങ്ങളുടെ പേരിലോ ഞാൻ അഭിമാനിച്ചില്ല. തഖ്വയെയാണ് ഞാൻ തെരഞ്ഞെടുത്തത്. ഖുർആൻ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് മുതൽ തഖ്വയ്ക്കാണ് ഞാൻ സ്ഥാനം നൽകിയത്. അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കണമെങ്കിൽ തഖ്വ വേണമെന്ന് മനസ്സിലായി. എന്താണ് തഖ്വ എന്ന് പറയുന്നത്? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? ഉറക്കൊന്നും വരുന്നില്ലല്ലോ. ഉറക്കം വരുന്നുണ്ടോ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അഞ്ചാമത്തെ കാര്യം വിശദീകരിക്കുന്നില്ല. അഞ്ചാമത്തെ കാര്യം, ഞാൻ ജനങ്ങളെ കാണാനിടയായി ചില ആളുകൾ മറ്റു ചിലരെ ആക്ഷേപിക്കുന്നത് ഞാൻ കാണാനിടയായി. നമ്മളെല്ലാരും മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതല്ലേ? ഉസ്താദുമാർക്ക് വേറെ ഉസ്താദുമാരായിരിക്കും, പിന്നെ മീൻ മാർക്കറ്റിലുള്ള മീൻ കച്ചവടക്കാർക്ക് വേറെ മീൻ കച്ചവടക്കാരായിരിക്കും, സ്വർണ്ണ കച്ചവടക്കാർക്ക് സ്വർണ്ണ കച്ചവടമായിരിക്കും. എല്ലാവരും പരസ്പരം പാര. ചില ആളുകളെ പാരവെക്കുന്നതും ആക്ഷേപിക്കുന്നതും കാണാനിടയായി. ചില ആളുകൾ മറ്റു ചിലരെ ഗീബത്ത് പറയുന്നതും ഞാൻ കാണാനിടയായി. فوجدت وصل ذلك من الحسد في المال والجاه والعلم. ഇൽമിലുള്ള അസൂയ, പൈസയിലുള്ള അസൂയ, സ്ഥാനമാനങ്ങളിലുള്ള അസൂയ, ഇത് കാരണത്താലാണ് ആളുകൾ ഗീബത്ത് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇന്നൊരാൾ, ഇയാളെ ഞാൻ വെറുതെ കുറ്റം പറയില്ല. എന്നോട് തത്തുല്യമായ ഒരാളെ ഞാൻ കുറ്റം പറയുന്നത് എനിക്ക് അയാളുടെ അസൂയാണ്. ഞാൻ വെറുതെ ഒരാളെ ഞാൻ കുറ്റം പറയില്ല. ഞാനൊരാളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് അയാളോടുള്ള അസൂയാണ്. ഒന്നുകിൽ അയാളുടെ പൈസയോടുള്ള അസൂയ, അല്ലെങ്കിൽ അയാളുടെ ഇൽമിനോടുള്ള അസൂയ, അല്ലെങ്കിൽ അയാളുടെ സ്ഥാനമാനങ്ങളോടുള്ള അസൂയ, അല്ലെങ്കിൽ അയാളുടെ കഴിവിനോടുള്ള അസൂയ. അല്ലേ? സത്യത്തിൽ അങ്ങനെ തന്നെ. നമ്മളൊരാളെ കുറ്റപ്പെടുത്തുന്നത് അസൂയുള്ളതുകൊണ്ടല്ലേ? എനിക്കത് മനസ്സിലായി. ആളുകൾ ഈ ഗീബത്ത് പറയുന്നത്, കുറ്റം പറയുന്നത്, നമീമത്ത് പറയുന്നതൊക്കെ അസൂയ കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ അള്ളാഹുവിന്റെ മനോഹരമായ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് ഞാൻ ഓർത്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ദുനിയാവിൽ ഓരോ ആളുകൾക്കുള്ള മഈശത്ത് ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. എനിക്കുള്ളത് അല്ലാഹ് കണക്കാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അസൂയ വെച്ചിട്ട് എന്താ കാര്യം?
അല്ലെ? ഒരാൾ ഇവിടെ ജ്വല്ലറി തുടങ്ങി, അപ്പോഴേക്കും അപ്പുറത്തെ സൈഡ് വേറെ ആൾ ജ്വല്ലറി തുടങ്ങി. അയാൾ യാ അല്ലാ എന്റെ കച്ചവടം പോയല്ലോ പഠിച്ചോനെ. പിന്നെ അയാളോട് ചൊടിയോ പാരയോ വെക്കേണ്ട ആവശ്യമുണ്ടാ? ഇയാളെ കച്ചവടം തരുന്ന പഠിച്ചോനല്ലേ? നിനക്കുള്ള മഈശത്ത് അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്, ഇവനുള്ള മഈശത്ത് ഇവനും അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. പിന്നെ എന്തിന് നമ്മൾ ഇങ്ങനെ അസൂയ വെക്കണം, പാര വെക്കണം, പകയോടെ വിദ്വേഷത്തോടെ നടക്കാൻ ആവശ്യമില്ല. ഖുർആനിന്റെ മനോഹരമായ ആയത്താണ് നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകൾക്കുമുള്ള മഈശത്ത് അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കൊക്കെയുള്ള മഈശത്ത് അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. ഇന്നാലെന്ന വീട്ടിൽ മുഹമ്മദ് മസ്കറ്റിലുള്ള സഹോദരന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കണമെന്ന് റബ്ബിന്റെ ഖലാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമോ? അയാൾ ഇന്ന് ഞാൻ വരാൻ വിടൂല, ഭക്ഷണം കഴിക്കാൻ ഞാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞ് ഞങ്ങൾ നാട്ടുകാരെല്ലാരും കൂടി തീരുമാനിച്ചാലും എന്നെ ഒരു പോറലേൽപ്പിക്കാൻ കഴിയോ? ഇല്ല. ഇത് എന്റെ വെല്ലുവിളിയല്ല, ഇത് അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ്. നിങ്ങൾ വിചാരിക്കണ്ട അയാൾ കാസർഗോഡ് നിന്ന് ഇവിടെ നിന്നിട്ട് നമ്മൾ വെല്ലുവിളിക്കാൻ നോക്കട്ടെ എന്നൊക്കെ പറയണ്ടേ. ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ഇനി തടുക്കാനും നിൽക്കണ്ട. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പോകുന്ന വഴിയിലേ നോക്കാരെന്നവരെ. അപ്പൊ അള്ളാഹു തീരുമാനിച്ചതാണ് ഇന്നാലെന്ന ദിവസം ഞാൻ ഇവിടെ ഭക്ഷണം കഴിക്കണമെന്നുള്ളത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്റെ മഈശത്ത് അള്ളാഹു കണക്കാക്കി, നിങ്ങളുടെ മഈശത്തൊക്കെ കണക്കാക്കിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മഈശത്ത് കണക്കാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ രാത്രിയും രാവിലെയും തലകുത്തി മറിഞ്ഞാലും അള്ളാഹു കണക്കാക്കിയതിനേക്കാൾ ഒരു ദിർഹം കൂടുതൽ ഉണ്ടാക്കുന്ന ആർക്കെങ്കിലും കഴിയോ? കഴിയില്ല. ഇനി നിങ്ങൾ കടന്നുറങ്ങി, ഒരു പണിയെടുത്തില്ല എങ്കിൽ അള്ളാഹു കണക്കാക്കിയതിൽ നിന്ന് വല്ലത് കുറയോ? ഇല്ല. അപ്പൊ എന്ന് വെച്ചാൽ നാളെ മുതൽ കിടന്നുറങ്ങാന്നല്ല, നിങ്ങൾ നിങ്ങളുടേതായ ഡ്യൂട്ടി ചെയ്യും. മറ്റുള്ളവന്റെ ഹക്കിൽ ഇടപെടേണ്ടാന്ന്. അധ്വാനിക്കണം, ജോലി ചെയ്യണം, അതൊന്നും വേണ്ട എന്നല്ല. മറ്റുള്ളവരുടേത് അപഹരിക്കാൻ നിൽക്കണ്ട, അവനോട് അസൂയ വെക്കണ്ട, പാര വെക്കണ്ട, അവനെ തകർക്കാനും ശ്രമിക്കണ്ട. എനിക്കുള്ളത് റബ്ബ് തരും. അത് നിങ്ങളുടെ കച്ചവടത്തിന് മുമ്പ് ഒന്നല്ല 4-5 കച്ചവടക്കാര് പുതിയത് തുടങ്ങിയാലും. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. ദുനിയാവിൽ അല്ലാഹു തആല ഓരോ ആളുകൾക്കുള്ള മഈശത്ത് വ്യക്തമായി കണക്കാക്കിയിട്ടുണ്ട്. എനിക്ക് അസൂയ വെക്കേണ്ട ആവശ്യമില്ല. സ്ഥാനം അയാൾക്കുള്ളത് അല്ലാഹു നൽകും, എന്റെ സ്ഥാനം അല്ലാഹു എനിക്ക് തരും. ആരസൂയ വെച്ചാലും. പിന്നെ എന്തിനാണ് ഈ അസൂയ? എന്തിനാണ് ഈ പാര? എന്തിനാണ് ഈ പക? എന്തിനാണ് ഈ ഗീബത്തുകൾ, നമീമത്തുകൾ? അതുകൊണ്ട് എന്റെ അസൂയ ഞാൻ മാറ്റിവെച്ചു. ഒരാളെയും കുറ്റം പറയാനോ ഗീബത്ത് പറയാനോ ഞാൻ ചെന്നില്ല. അല്ലാഹുവിന്റെ കണക്കിൽ ഞാൻ തൃപ്തിപ്പെട്ടു. യബ്ന ആദം, ഓ ആദമിന്റെ പുത്ര, ഓ മനുഷ്യന്മാരെ, ഖലഖതുക ലിൽ ഇബാദ, എന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ്. നിന്റെ റിസ്ക് ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകളുടെയും റിസ്ക് അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദീന് മറന്നിട്ട്, നിസ്കാരം മറന്നിട്ട്, ദീൻ ഒഴിവാക്കിയിട്ട് അധ്വാനിക്കണ്ട. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മതി, നിങ്ങൾക്ക് കണക്കാക്കി എന്തായാലും കിട്ടും. നിസ്കാരം ഒഴിവാക്കിയിട്ട് കൂടുതൽ കിട്ടൂല. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നിസ്കാരം ഒഴിവാക്കി, ഖുർആൻ ഒഴിവാക്കി, ഖുർആൻ ഓതാതൊക്കെ ഓടിപ്പോവണ്ട. ഒരു ദിവസം ഒരു ഖുർആനൊക്കെ ഓതിയിട്ട് പോ. ഖുർആൻ പോലും ഓതാതെ നീ കച്ചവടം ഉണ്ടാക്കണ്ട. അത് എന്ന് വിചാരിച്ച് കൂടുതലൊന്നും കിട്ടൂല. നിന്റെ ദീൻ അത് കഴിഞ്ഞിട്ട് നീ അധ്വാനിക്കും. നിസ്കാരം വളരെ കൃത്യമായി ഖുർആനൊക്കെ പാരായണം ചെയ്ത് ഹഖായ വഴിയിലൂടെ നീ അധ്വാനിച്ചോ, നിനക്ക് കണക്കാക്കിയത് റിസ്ക് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 6ാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഇന്നി റഅയ്തുന്നാസ, ഞാൻ ജനങ്ങളെ കാണാൻ തുടങ്ങി. ചില ആളുകൾ മറ്റു ചിലരോട് ശത്രുത വെക്കുന്ന, ചൊടിച്ചു നിൽക്കുക, പിണങ്ങി നിൽക്കുക, ശത്രുക്കളായി മാറാം. എങ്ങനെങ്കിലും അവരെ തകർക്കണം. ഇന്നി റഅയ്തുന്നാസ യുആദി ബഅലുഹും ബഅലാ, ചില ആളുകൾ മറ്റു ചില ആളുകളോട് ശത്രുത വെക്കുന്നത് ഞാൻ കാണാനിടയായി. അപ്പോഴും എന്റെ മനസ്സിലേക്ക് വന്നത് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നശ്ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വാ. ശൈത്വാനാണ്, പിശാചാണ് നമ്മുടെ ശത്രു. വേറെ ഒരു ശത്രു നമ്മൾക്ക് പാടില്ല. നമ്മൾ ശത്രുക്കളായി കാണേണ്ടത് ഒരേ ഒരാളെയാണ്. അതാരാ?
അതാരാ? പിശാച്. വേറൊരാളെയും ശത്രുവായി കാണുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾക്ക് പ്രതികൂലമായിട്ടാ ബാധിക്കുക. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഇന്നു മുതൽ എനിക്ക് പിശാചല്ലാതെ മറ്റൊരു ശത്രുവില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു. ഇതൊക്കെ കേട്ടിട്ട് പോവാനല്ല, ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ഇനി രണ്ട് കാര്യം കൂടി. ഏഴാമതായി ഞാൻ നിങ്ങളിൽ നിന്ന് പഠിച്ചത്, ഞാൻ ഒരുപാട് ആളുകളെ കണ്ടു വിശ്രമമില്ലാതെ ഭക്ഷണം ഉണ്ടാക്കാൻ, സമ്പാദിക്കാൻ വേണ്ടി ഓടിച്ചാടി നടക്കുന്നത്. ജീവിക്കാൻ, വീട് കെട്ടാൻ, വണ്ടി വാങ്ങിക്കാൻ, മക്കൾക്ക് ഭക്ഷണം നൽകാൻ, വസ്ത്രം നൽകാനൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്നത് ഞാൻ കാണാൻ സാധിച്ചു. ഹറാമായതും ഹലാലായതും ഉണ്ട്. അതില് ശുഭത്തിന്റെ മുതലുണ്ട്. ഹറാമാണോ ഹലാലാണോ എന്ന് ഉറപ്പില്ലാത്ത മുതലുണ്ട്. സ്വന്തം ശരീരത്തിന്റെ എല്ലാ അധ്വാനങ്ങളും അതിനുവേണ്ടി മാറ്റിവെച്ചു ഹറാമിൽ നിന്നും ഹലാലിൽ നിന്നുമൊക്കെ ജീവിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടു. അപ്പോഴാണ് ഞാൻ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തോർത്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കൾക്കും എല്ലാ ജന്തുജാലങ്ങൾക്കുമുള്ള റിസ്ക് അല്ലാഹു കണക്കാക്കിയിരിക്കുകയാണ്. അല്ലാഹു നൽകുമെന്നുള്ള ആയത്ത് എനിക്ക് ഓർമ്മയായി. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ റിസ്ക് എന്റെ റബ്ബിന്റെ കയ്യിലാണ്. ജനങ്ങളൊക്കെ ഹറാമിലൂടെ ശുഭത്തിന്റെ മുതല്, ഹറാമിന്റെ മുതല് അന്യായമായി അപഹരിച്ച് മറ്റുള്ളവരുടെ മുതല് ഊണും ഉറക്കുമില്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് എനിക്ക് കാണാനിടയായി. ഞാൻ മനസ്സിലാക്കി, അള്ളാഹു ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹുവാണ് ഭക്ഷണം നൽകുന്നത്. എന്റെ ഭക്ഷണം എന്റെ റബ്ബിന്റെ കയ്യിലാണെന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം ഞാൻ അധ്വാനിച്ച് എന്റെ ബാക്കിയുള്ള സമയങ്ങളെല്ലാം ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു. അഥവാ എന്റെ നിസ്കാരങ്ങളൊന്നും നഷ്ടപ്പെടാതെ, എന്റെ ഇബാദത്തൊന്നും നഷ്ടപ്പെടാതെ, എന്റെ ആരാധനകളിൽ കുറവ് വരാതെ അള്ളാഹുവിൽ പൂർണ്ണമായി ബരമേൽപ്പിച്ച് ഞാൻ ഇബാദത്ത് എടുക്കാൻ തുടങ്ങി. എനിക്ക് ആവശ്യമുള്ള തുകകൾ അള്ളാഹു തന്നിട്ടില്ലയോ? അതെ, തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മയില്ലേ? ആദ്യം പറഞ്ഞൊരു സംഭവം ഓർമ്മയില്ലേ? ഹജ്ജിന് പോയി ഒന്നുമില്ലാത്ത വീട്ടിലേക്ക് ആ സ്വർണ്ണ നാണയങ്ങൾ വലിച്ചെറിഞ്ഞ് ആ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയായി മാറി. എന്റെ ഇബാദത്തിനൊന്നും ഞാൻ കോട്ടം വരുത്തുകയോ കുറവ് വരുത്തുകയോ ചെയ്തില്ല. എനിക്ക് ആവശ്യമുള്ളത് സമയാസമയങ്ങളിൽ അള്ളാഹു തന്നു. എന്റെ വീട്ടുകാർക്ക് കൊടുത്തു. ഹജ്ജിന് പോകുമ്പോ എനിക്ക് ഹജ്ജിന് പോയി തിരിച്ചു വരാനുള്ള ചെലവും അള്ളാഹു തന്നു. അതുകൊണ്ട് ഈ ഒരു വിശ്വാസം നമ്മൾക്കുണ്ടാവണം. അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിന് ഇബാദത്തിന്റെ പ്രാമുഖ്യം നൽകി ജീവിക്കുന്ന ഒരാളെയും അള്ളാഹു കൈവടിയൂല എന്ന വിശ്വാസം. അള്ളാഹുവിന്റെ കയ്യിലാണ് ഭൂമി ലോകത്തുള്ള എല്ലാവരുടെയും റിസ്ക്. എന്റെ റിസ്ക്കും എന്റെ റബ്ബിന്റെ കയ്യിലുണ്ട്. അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും എന്നെ നിരാശപ്പെടുത്തൂല എന്ന വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ ഒരു കാലത്തും നമ്മൾ തോൽക്കൂല. ഞാൻ നിർത്തുകയാണ്. എട്ടാമത്തെ കാര്യം മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇന്നി റഅയ്തു കുല്ല അഹദിൻ മുഅ്തമിദൻ അലാ ശൈഇൻ മഖ്ലൂഖിൻ. എനിക്ക് ജനങ്ങളെ കാണാൻ തുടങ്ങി ഒരാൾ മറ്റൊരാളെ ഡിപെൻഡ് ചെയ്യുന്നത്. ബഅലുഹും അലാ ദീനാരി വദ്ദിർഹമി. ചില ആളുകൾ ദീനാറിനോടും ദുർഹമിനോടും വല്ലാത്ത താല്പര്യമുള്ളവർ. വബഅലുഹും അലൽ മാലി വൽ മുൽക്കി. ചില ആളുകൾ സമ്പാദ്യങ്ങളോട് അധികാരത്തോട് വല്ലാതെ താല്പര്യമുള്ളവർ. വബഅലുഹും അലസ് സ്വനാഅതി. ജോലിയോട് ഡിപെൻഡ് ചെയ്യുന്നത്. മറ്റു ചില ആളുകൾ മറ്റു ചില വ്യക്തികളെ ആശ്രയിക്കുന്നതൊക്കെ എനിക്ക് കാണാനിടയായി. അപ്പോഴാണ് ഞാൻ പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തോർത്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا ومن يتوكل على الله فهو حسبه. ആരാണോ അല്ലാഹുവിനെ ബരമേൽപ്പിക്കുന്നത് അവന് അല്ലാഹു ഉണ്ട്, അവന്റെ കൂടെ അല്ലാഹു ഉണ്ട്, അവന് പേടിക്കാനില്ല.
നാട്ടുകാരെ ആശ്രയിച്ചാൽ നാട്ടുകാര് കൈയൊഴിഞ്ഞേക്കാം, രാഷ്ട്രീയക്കാരെ ആശ്രയിച്ചാൽ അവരും കൈയൊഴിഞ്ഞേക്കാം. ഇൻഷാ അല്ലാഹ് എന്റെ കയ്യിൽ എന്റെ അക്കൗണ്ടിൽ ഒരുപാട് സമ്പാദ്യങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ സമ്പാദ്യങ്ങളെ പ്രതീക്ഷിച്ചാൽ ഒരു സുപ്രഭാതത്തിലാണ് അക്കൗണ്ടുകളൊക്കെ മരവിപ്പിക്കുന്നത്. അക്കൗണ്ടിലൊക്കെ ക്യാഷ് ഉണ്ടായി, പുതിയ നോട്ട് നിരോധനം വന്നപ്പോ എത്ര അക്കൗണ്ടുകളാ നിയന്ത്രണത്തിൽ വന്നത്, നിരീക്ഷണത്തിൽ വന്നത്. നമ്മൾക്ക് ബാങ്കിൽ പോയിട്ട് ക്യാഷ് എടുക്കാൻ പറ്റിയോ? എത്ര ആളുകളുടെ ക്യാഷാ പിടിച്ചു വെക്കപ്പെട്ടത്? നമ്മൾ ക്യാഷിനെ ആശ്രയിച്ച് എന്ത് ആവശ്യം വന്നാലും അതിൽ നിന്ന് വിത്ത്ഡ്രോ ചെയ്യാൻ ആരാ പറഞ്ഞത്? ഒരു തീരുമാനം മതി എല്ലാം തകിടം പറയാൻ. പിന്നെ ചില ആളുകൾ നോട്ടുകെട്ടുകളൊക്കെ 1000-ന്റെയും 500-ന്റെയും നോട്ടുകെട്ടുകൾ ചാക്ക് കെട്ടുകളാക്കി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ? എന്ത് പറ്റി? നോട്ട് നിരോധനം വന്നപ്പോ ഒരു ഉപകാരത്തിനും കൊള്ളാതെ വലിച്ചെറിയേണ്ടി വന്നിട്ടില്ലയോ? അപ്പോ ഞാൻ മനസ്സിലാക്കി, നോട്ടുകെട്ടുകളോടോ അക്കൗണ്ടിലേക്കോ ഒന്നും ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ചങ്ങാതിമാരെ, രാഷ്ട്രീയക്കാരെ, നാട്ടുകാരെ, കുടുംബക്കാരെ, ഗൾഫുകാരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിലേക്കാണ് പരമേൽപ്പിക്കേണ്ടത്. ഒരാൾ അള്ളാഹുവിനെ പരമേൽപ്പിച്ചാൽ അള്ളാഹു അയാളുടെ കൂടെയുണ്ടാകുമെന്നുള്ള ആയത്ത് എനിക്ക് ഓർമ്മയായി. അന്നു മുതൽ ഞാൻ നാട്ടുകാരെ ആശ്രയിക്കാറില്ല, മുതലാളിമാരെ ആശ്രയിക്കാറില്ല, ഞാൻ രാഷ്ട്രീയക്കാരെ ആശ്രയിക്കാറില്ല, ഞാൻ സമ്പാദ്യങ്ങൾ ആശ്രയിക്കാറില്ല. ഞാൻ എന്റെ എല്ലാ വിഷയങ്ങളും അള്ളാഹുവിലേക്കാണ് പരമേൽപ്പിക്കുന്നത്. അന്നു മുതൽ എനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദായ ശഖീഖുൽ ബൽഖിയോട് പറഞ്ഞപ്പോ ഉസ്താദ് തന്റെ ശിഷ്യനോട് പറയാണ്, വഫഖകല്ലാഹു തആല, അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. കാരണം ഇന്നി ഖദ് നദർതു തൗറാത, ഞാൻ തൗറാത്ത് വായിച്ചിട്ടുണ്ട്, വൽ ഇൻജീല, ഇൻജീൽ വായിച്ചിട്ടുണ്ട്, വൽ സബൂറ, സബൂർ വായിച്ചിട്ടുണ്ട്, വൽ ഫുർഖാൻ, പരിശുദ്ധമായ ഖുർആൻ ഞാൻ വായിച്ചിട്ടുണ്ട്. ഫവദത്തുൽ കുതുബൽ അർബഅത തദൂറു അലാ ഹാദിഹിൽ ഫവായിദ് الثമാനി, ഈ 4 കിതാബുകളിലും നിങ്ങൾ ഈ മനസ്സിലാക്കിയ 8 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതാണ് എന്ന്. ഞാൻ തൗറാത്തും ഇൻജീലും സബൂറും ഖുർആനും ഞാൻ നോക്കിയപ്പോ നിങ്ങൾ ഈ പഠിച്ച 8 കാര്യങ്ങൾ ഈ 4 കിതാബിലും വേറെ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫമൻ അമില ബിഹാ കാന ആമിലൻ ബിഹാദിഹിൽ കുതുബിൽ അർബഅ, ഈ പറഞ്ഞ 8 കാര്യം കൊണ്ട് ജീവിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അവർ തൗറാത്തിന്റെ ആളാണ്, ഇൻജീലിന്റെ ആളാണ്, സബൂറിന്റെ ആളാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ ആളാണ്. അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹ്, ഖുർആനിന്റെ ആളുകളാ. ആരാണോ ഖുർആനിന്റെ ആളുകൾ അവർ അല്ലാഹുവിന്റെ ആളാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ഖുർആനിൽ പറഞ്ഞ വിഷയം. ഈ വിഷയങ്ങൾ ഖുർആനിൽ പറഞ്ഞ വിഷയങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ തയ്യാറുള്ള ആളുകൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആൻ എന്താണോ പറയുന്നത് അത് തന്നെയാണ് ഈ 8 കാര്യങ്ങൾ. ഇത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളാണ്. ഖുർആനിന്റെ ആളെന്ന് പറഞ്ഞാൽ ഹും അഹ്ലുല്ലാഹ്, അവർ അള്ളാഹുവിന്റെ ആളാണ്.